എൻ ജീവകാലം ഞാൻ പാടിടുമേ എൻ്റെ രക്ഷകൻ ധന്യ നാമം. എനിക്കായി തിരുബലിയായതാ എന്നേശുവിനായി മാത്രം ഞാൻ പാടിടുമേ. എൻ ജീവകാലം ഞാൻ പാടിടുമേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, 43-ാം സങ്കീർത്തനം അതിൻ്റെ 4 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനിയും ദൈവത്തെ സ്തുതിക്കുന്നൊരു പ്രത്യാശ, അത് മാത്രം മതി ദൈവമക്കളെ. ഇനിയും കഷ്ടതയുടെ നടുവിലൂടെ, കണ്ണുനീരിൻ്റെ നടുവിലൂടെ നമ്മളെ വഴി നടത്തുന്ന ദൈവം. ആമേൻ. യേശുവേ സ്തോത്രം. ക്രൂശിൽ നമുക്ക് വേണ്ടി ഏറ്റ മുറിപ്പാടുകൾ ദൈവമക്കളെ ഒന്ന് നോക്കിയാൽ നമ്മളൊക്കെ എന്താ അനുഭവിച്ചിരിക്കുന്നു ദൈവമക്കളെ. നമുക്ക് ഇത്രത്തോളം നിന്ന വഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇത്രത്തോളം വേദന അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മളൊക്കെ ഈ വേദനയിലൂടെ പോകാത്തതിന് ഒരു കാരണമുണ്ട്. നമുക്ക് വേണ്ടി വേദന ഏറ്റവനാ കർത്താവ്. യേശുവേ സ്തോത്രം. ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം നമ്മളെ എല്ലാവരെയും എൻ്റെ കർത്താവ് ഒരുക്കിയ നന്മയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ തൻ്റെ ജീവിതം തന്നെ ക്രൈസ്തവ ലോകത്തിന് മാതൃകയാക്കി തീർത്ത ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് താഴാൻ ദൈവമക്കളെ. ക്രൂശിൽ നമുക്ക് വേണ്ടി ഇത്രത്തോളം പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കേണ്ടതിന്, നമുക്ക് വേണ്ടി നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി സ്വയം ക്രൂശിൽ ബലിയായി തീർന്ന യേശു കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തെ ഇനിയും സാക്ഷീകരിക്കുവാനും, ഇനിയും പാടുവാനും, ഇനിയും പ്രാർത്ഥിക്കുവാനും, ഇനിയും പ്രസംഗിക്കുവാനും, ഇനിയും സ്തുതിക്കുവാനും വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ശ്രേഷ്ഠമേറിയ നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ക്രിസ്തുവിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് കർത്താവെ ഞങ്ങൾ അനുഭവിച്ചറിയുന്നത് ആ പീഡാനുഭവമാണ് കർത്താവെ. അത്രത്തോളം പീഡ വഹിച്ച്, എത്രത്തോളം വേദന അനുഭവിച്ച്, എത്രത്തോളം നിന്ന വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിലെ പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ, താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ നാമമഹത്വത്തിനായി അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവേ, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഹിക്കാൻ, ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, പൊറുക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാവങ്ങളെയും ദൈവം ക്ഷമിക്കണമേ. എൻ്റെ കർത്താവിനെ ഇനിയും സ്തുതിക്കുവാൻ പ്രത്യാശയോടുകൂടി ഈ ശുശ്രൂഷ പങ്കുചേരുന്ന എല്ലാ മക്കളും ദൈവം അനുഗ്രഹിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.